നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയേ പറ്റൂ. തന്നെയുമല്ല, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ മാറ്റം അത്യാവശ്യമാണ്. ആ മാറ്റങ്ങൾ തന്റെ പ്രവൃത്തിയിലൂടെ ചെയ്തു കാണിക്കുകയാണ് തിരുവനന്തപുരം മേയർ വി രാജേഷ്. വേറെയും കോർപ്പറേഷനുകൾ കേരളത്തിലുണ്ടെങ്കിലും ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. ഒരു ഭരണചക്രം ശരിയായി കൈകാര്യം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ നിയമം പഠിച്ച് നിയമപ്രകാരമായി മാത്രം ചെയ്യുന്നയാളിനെ ആരും നിയന്ത്രിക്കാതിരുന്നാൽ വളരെ നിസ്സാരമായി ചെയ്യാൻ കഴിയുന്നതേ ഇവിടെയുള്ളൂ. അങ്ങനെ ഒരു മാറ്റവും അങ്ങനെ ഒരു വ്യക്തിയും തലപ്പത്തേക്ക് വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്ത് ആ ഒരു ഭരണ സ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പോലും പിന്നീട് അവിടെ മറ്റാരുടെയോ ഇഷ്ടപ്രകാരമോ പ്രവർത്തിക്കുന്ന ഭരണാധികാരികളെയാണ് നമുക്ക് പലപ്പോഴും ഇവിടെ ചൂണ്ടിക്കാട്ടാനുള്ളൂ. അങ്ങനെയുള്ളവർത്താണ് വളരെ വ്യത്യസ്തനായിട്ട് തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങളെ, അല്ലെങ്കിൽ താൻ പറഞ്ഞ് കൈയടിപ്പിക്കാതെ ജനങ്ങൾ തന്നെ തന്റെ പ്രവർത്തി കണ്ട് കൈയടിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷിന്റെ പല നീക്കങ്ങളും പല പദ്ധതികളും പല പ്രവർത്തനങ്ങളും കണ്ടാണ്. ഇങ്ങനെ ഒരാളിനെയാണ് കേരളത്തിന് തന്നെ ആവശ്യം. പൊളിറ്റിക്സ് നന്നായി അറിയാവുന്നയാളിനെ, ജനങ്ങളുടെ മനസ്സറിയാം, നന്നായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും അറിയാം. മാത്രമല്ല പ്രശ്നങ്ങൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ നന്നായി മേയർ വി രാജേഷിനും അറിയാം. ഏതായാലും അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. മറ്റൊന്നുമല്ല, നഗരസഭാ പരിധിക്കുള്ളിലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ കർശന നിയമ നടപടികളുമായി തിരുവനന്തപുരം നഗരസഭ മുൻപോട്ട് പോവുകയാണ്. തിരുവനന്തപുരത്ത് പുളിമൂട് ജംഗ്ഷൻ, മുട്ടട ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ അനധികൃത ഹോട്ടലുകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെ പുളിമൂട്ടിലെ മറ്റൊരു അനധികൃത കെട്ടിടത്തിനെതിരെയും നഗരസഭ പരിശോധനയും നടപടിയും ആരംഭിച്ചു. മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നേരിട്ടെത്തി പരിശോധന നടത്തിയത്. ഒരു TC നമ്പർ മാത്രം ഉപയോഗിച്ച് 2 നില കെട്ടിടം പണിയാനാണ് അനുമതി വാങ്ങിയിരുന്നുവെങ്കിലും ഇവിടെ ചട്ടങ്ങൾ ലംഘിച്ച് 4 നിലകളാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് മേയർ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ നടന്നിട്ടുള്ളതെന്ന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയിൽ ആരാണ് ഭരണം കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സംഭവവുമായി ബന്ധപ്പെട്ട് കെട്ടിട ഉടമയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്ന് മേയർ അറിയിച്ചു. പരിശോധനയ്ക്കായി മേയറും സംഘവും എത്തിയപ്പോൾ കെട്ടിടത്തിന്റെ ഗേറ്റ് അകത്തു നിന്ന് പൂട്ടുകയും സംസാരിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന നാടകീയ രംഗങ്ങളും അവിടെ അരങ്ങേറി. കെട്ടിടത്തിനുള്ളിൽ സ്ത്രീ ജീവനക്കാർ മാത്രം ഉണ്ടായിരുന്നതിനാൽ ഡോക്യുമെന്റുകൾ പരിശോധിക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു സ്ത്രീ ഇവിടെ എത്തി ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതായി മേയർ പറഞ്ഞു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പേരിൽ നിന്ന് പണം വാങ്ങി വഞ്ചിച്ചതായും പരാതികൾ ഉയരുന്നുണ്ട്. ഒരു സ്ത്രീ ഇവിടെ എത്തി കെട്ടിട ഉടമ തന്റെ കയ്യിൽ നിന്ന് 12 ലക്ഷം രൂപ വാങ്ങി ഹോസ്റ്റൽ നടത്താൻ അനുമതി തന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഹോസ്റ്റൽ നടത്താൻ എത്തിയപ്പോഴേക്കും താക്കോൽ കൊടുത്തില്ലെന്നും വേറൊരാൾ വന്ന് ഇതേ ആവശ്യത്തിനായി അവരുടെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങിയതായി പറഞ്ഞുവെന്നും പരാതിയുണ്ട്. ഇത്തരത്തിൽ ഒരു കെട്ടിടം കാണിച്ച് അനധികൃത നിർമ്മാണം നടത്തി നിരവധി പേരിൽ നിന്ന് പണം തട്ടിയെന്ന പരാതികൾ പോലീസ് പരിശോധിക്കേണ്ടതാണെന്ന് മേയർ വ്യക്തമാക്കി. നഗരസഭാ നിർമ്മാണത്തിലെ അപാകതകളാണ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുളിമൂട് ഗാന്ധാരി അമ്മൻ കോവിൽ ഭാഗത്ത് 3 ഇടത്തും മുട്ടട, കുറവങ്കോണം എന്നിവിടങ്ങളിലെ ഹോട്ടലുകളും പരിശോധന നടത്തിയിരുന്നു. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും അത് വകവയ്ക്കാതെ അകത്ത് നിർമ്മാണം തുടർന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ആരുടെ സ്വാധീനം ഉണ്ടായാലും കർശന നടപടി സ്വീകരിക്കുമെന്ന് ഒരു വീഴ്ചയും വരുത്തില്ലെന്നാണ് മേയർ വി രാജേഷ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് എത്ര ഉന്നത ഭരണാധികാരിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകുമെന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏത് പാർട്ടിയാണോ പ്രസ്ഥാനമാണോ എന്നൊന്നും നോക്കിയിട്ടല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിയമങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും. തിരുവനന്തപുരം നഗരത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചിരുന്ന അനധികൃത തട്ടുകടകൾക്കെതിരെയും സിറ്റി ശക്തമായ നടപടികൾ തുടരുകയാണ്. വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിന് സമീപം വഴി തടസ്സപ്പെടുത്തി പ്രവർത്തിച്ചിരുന്ന 12 തട്ടുകളാണ് മ്യൂസിയം SHO പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൺ RB കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. ഇത്തരം കടകൾ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും കമ്മീഷണറും മേയർ വി രാജേഷും വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണക്കാരുടെ മറവിൽ വൻകിട ഹോട്ടലുകൾ വഴി തടസ്സപ്പെടുത്തിയും ഗുണനിലവാരം പാലിക്കാതെയും തട്ടുകടകൾ നടത്തുന്ന വിവരം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. കടകൾ ഒഴിപ്പിക്കാൻ എത്തിയപ്പോൾ നടത്തിപ്പുകാർ പ്രതിഷേധവുമായി എത്തിയെങ്കിലും ലൈസൻസ് ഉൾപ്പെടെ ഹാജരാക്കാൻ കഴിയാത്തതിനെ തുടർന്ന് പിൻവാങ്ങി. ഇവിടെ പാചകം ചെയ്ത അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
കോട്ടൺ ഹിൽ സ്കൂൾ PTA-യും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. വെള്ളയമ്പലം ശാസ്തമംഗലം റോഡിലും അനധികൃതമായി ഫുഡ് ട്രക്കുകൾ നിർത്തിയിട്ട് ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ സൗകര്യം ഒരുക്കുന്നതും നിരോധിച്ചു. ഇവയിൽ നിന്ന് പാഴ്സൽ മാത്രം അനുവദിക്കാനാണ് തീരുമാനം. എന്നാൽ ഉപജീവനത്തിനായി തട്ടുകട നടത്തുന്ന യഥാർത്ഥ കച്ചവടക്കാരെ സംരക്ഷിക്കുമെന്നും ഇതിനായി പ്രത്യേക സ്ഥലം നിർണ്ണയിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മേയർ വി രാജേഷ് അറിയിച്ചു. തട്ടുകടകളുടെ മറവിൽ റോഡ് കയ്യേറുന്നതും പഴകിയ ഭക്ഷണം ചൂടാക്കി വിൽക്കുന്നതും തടയും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ചില വെജിറ്റേറിയൻ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളവ ഈടാക്കുന്ന ഉയർന്ന ഭക്ഷണവില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്നും കോർപ്പറേഷൻ ആവശ്യപ്പെട്ടു. ഓണാഘോഷത്തോടനുബന്ധിച്ച് വഴിയോര കച്ചവടക്കാരെ പരമാവധി സഹായിക്കുന്ന നിലപാടാണ് കോർപ്പറേഷനുള്ളത്. നഗരത്തിലെ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ കൂടുതലും അവധി ദിവസങ്ങളിലാണ് നടക്കുന്നതെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇത് തടയാൻ ഓണക്കാലത്ത് പ്രത്യേക സ്ക്വാഡ് രൂപവൽക്കരിച്ച് പരിശോധന നടത്തുമെന്ന് മേയർ വി രാജേഷ് അറിയിച്ചു. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ നിരവധി അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്തി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. സ്റ്റോപ്പ് മെമ്മോ നൽകിയാലും അവഗണിച്ച് നിർമ്മാണം തുടരുന്ന സാഹചര്യത്തിൽ മേയറും സെക്രട്ടറിയും നേരിട്ടിറങ്ങി പുളിമൂട്, ഗാന്ധാരി, അമ്മൻകോവിൽ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിനെതിരെയും നടപടി ഉണ്ടാകും. അനധികൃത നിർമ്മാണങ്ങൾ ഉടമകൾ സ്വന്തം ചെലവിൽ പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ കോർപ്പറേഷൻ പൊളിച്ചു മാറ്റി ചെലവ് ഈടാക്കും. ഹോസ്റ്റൽ നടത്തുന്നതിനായി കെട്ടിടങ്ങൾ നിർമ്മിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെയും പോലീസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുത്തരികണ്ടം മൈതാനം മുൻകൂറായി സർക്കസ് നടത്തിപ്പിന് നൽകിയ മുൻ ഭരണസമിതിയുടെ നടപടി ചൂണ്ടിക്കാണിച്ച മേയർ ഇനിത്തരം കാര്യങ്ങളിൽ മുൻകൂറായ അനുമതി നൽകില്ലെന്നും വ്യക്തമാക്കി. ഓണം സദ്യകളുടെ ഗുണനിലവാരം പരിശോധിക്കുമെന്നും കോർപ്പറേഷൻ ഓണാഘോഷം ഓഗസ്റ്റ് 21 നടക്കുമെന്നും മേയർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം കൃത്യമായിട്ട് തന്റെ പ്രവർത്തികൾ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. മേയർ രാജേഷിന്റെ ഈ നടപടികൾ തിരുവനന്തപുരത്തിന്റെ ശീലം തന്നെ മാറ്റും എന്ന് നമുക്ക് കരുതാം. ഏതായാലും കാത്തിരിക്കുക.